ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നെന്താണെന്ന് വെച്ചാൽ ഒരു പാൽപ്പുട്ട് റെസിപ്പി കേട്ടോ. പാൽപ്പുട്ടോ എന്താ ശരിക്കും പറയാൻ എനിക്കറിയില്ല. ഇത് നമ്മൾ സ്കൂളിലൊരു ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാമെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഈ കാട്ടിക്കൂട്ടിനൊക്കെ എൻ്റെ ഒരു കലാവിരുദ്ധകളാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ ജസ്റ്റ് വീഡിയോസ് എടുക്കുമല്ലോ, തേങ്ങയുടെ ഒരു പീസ് കാണിച്ചു തന്നിട്ട് പിന്നെ തേങ്ങ ചിരവിയത് അങ്ങനെയൊക്കെ, അതൊക്കെ പാളിപ്പോയിട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തേങ്ങ ഒരു കപ്പ്, അതുപോലെ ക്യാരറ്റ് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തത്, പുട്ടുപൊടി, ഞാനിവിടെ അജ്മിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ നാടൻ പശു നെയ്യുണ്ട് എൻ്റെ കയ്യിൽ, അത്. പിന്നെ ഞാനിത് നമ്മൾ കാച്ചി വെച്ചിട്ടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, പാക്കറ്റ് പാൽ തന്നെ കാച്ചി വെച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്കിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കറക്റ്റ് അളവൊന്നും എടുക്കില്ല. എനിക്കൊരു മെഷർമെൻറ്റ് ഉണ്ട്, അതനുസരിച്ചിട്ടല്ലേ ഞാൻ എടുക്കുള്ളൂ. ഞാനും പിന്നെ 2 മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതായിട്ടേ ഞാൻ എടുക്കുള്ളൂ. അതുപോലെ ഞാനിങ്ങനെ കപ്പിൽ അളന്നിട്ടോ അല്ലെങ്കിൽ നായ്ക്കൊന്നും ഞാൻ എടുക്കില്ല കേട്ടോ. എനിക്ക് മനസ്സിലൊരു കണക്കുണ്ട്, തികയെന്നുള്ളത്, അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഇതിലേക്ക് വീഴ്ത്തി കൊടുക്കുക. അപ്പോൾ നെയ്യ് ഫ്രിഡ്ജിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ കിട്ടിയിട്ടോ. ഒരു അത്യാവശ്യം വലിയൊരു പീസ് തന്നെ കിട്ടി. നമുക്ക് മെൽറ്റ് ആക്കിയിട്ട് നമുക്കത് കൊഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ നമുക്ക് ആവി കയറുമ്പോൾ അത് മെൽറ്റ് ആവുമല്ലോ, അത് വിചാരിച്ചു. പിന്നെ എന്നിട്ട് നന്നായിട്ട് പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മളുടെ പുട്ടുപൊടി. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കാഷ്നട്ടൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് നെയ്യിലൊക്കെ ഒന്ന് വറുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ, അപ്പോൾ കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ്, എനിക്കിതിൻ്റെ ടേസ്റ്റ് ടീച്ചർ കൊടുന്നു തന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നമുക്ക് മക്കൾക്കും കൂടെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു മനസ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഇഷ്ടമാവോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മളങ്ങനെ ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത്, പിന്നെ അതുപോലെ തേങ്ങ ചിരവിയതും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മളുടെ ചിരട്ടപ്പുട്ട് എന്ന് പറയാം, ഞങ്ങളവിടെ ചിരട്ടപ്പുട്ടിൻ്റെ പോലെയാണ് കേട്ടോ പറയുക. എന്താ സംഭവം പറയാമെന്ന് എനിക്കറിയില്ല. അതിനകത്താണ് നമ്മുടെ പുട്ടും കുറ്റിയിലല്ല ഞാൻ പുട്ടുണ്ടാക്കുന്നത്, ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ വിസിൽ വരുന്ന നമ്മളെ സാധനം ഉണ്ടല്ലോ, അതൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് സ്പൂൺ വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ എളുപ്പം കഴിയാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ പുട്ടും ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് പൊടിയും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. ഞാൻ 4 മണിക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് തന്നെ പിന്നെ നല്ല ചായക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് പാലിൻ്റെ ഫ്ലേവറും അതുപോലെ നെയ്യ് ക്യാരറ്റൊക്കെ ആകുമ്പോൾ മക്കൾക്ക് ഹെൽത്തി ആണ് ഇതിനും. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടോട്ടലൊരു 4 പുട്ടൊക്കെ മതി കേട്ടോ, അത്രേ ഇവിടെ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ രണ്ടാമത്തെ പുട്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നോർമൽ പുട്ടുണ്ടാക്കുന്ന പോലെയാണ്. ജസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1 കപ്പ് തേങ്ങ ചിരവിയത്, അതുപോലെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കേട്ടോ. നമ്മൾ നോർമൽ പുട്ടുണ്ടാക്കുമ്പോൾ താഴെയാണല്ലോ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്, ഒന്നും കൂടെ മിക്സാക്കി എടുത്തിട്ടാണ്. അങ്ങനെ നമ്മുടെ പാൽപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റായിട്ട്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ പുട്ടുപൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ അരിപ്പൊടി പൊടിച്ചിട്ട് നമ്മളൊരു പുട്ടുപൊടി ഉണ്ടാക്കലുണ്ടല്ലോ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് അജ്മിയുടെ പുട്ടുപൊടി വേണം തന്നെയല്ല, ഏത് പുട്ടുപൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നമുക്ക് പെരുന്നാളൊക്കെ ആയിട്ട് കുറച്ച് ബീഫൊക്കെ കിട്ടിയിരിക്കണമല്ലോ. ബീഫൊക്കെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ മുരിങ്ങയും ബീഫ് കറിയും സൂപ്പറാണ് കേട്ടോ. പിന്നെ ഒന്നാമത് അതെല്ലാം ഒന്ന് സ്കൂളുണ്ട്, അപ്പോൾ നേരത്തെ പോകണം, മക്കൾ വീട്ടിലുണ്ട്. അപ്പോൾ ജസ്റ്റ് അവർക്കൊരു കറിയും അതുപോലെ കുറച്ച് ബീഫ് കൂടെ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മളുടെ തൊടുവിൽ തന്നെ മുരിങ്ങ ഉണ്ട്. അപ്പോൾ തൊടിയിൽ നിന്ന് മുരിങ്ങയൊക്കെ പൊട്ടിച്ചു കൊടുന്ന് അതൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ബീഫിനുള്ള നമ്മുടെ പുട്ട് വീണ്ടും ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോഴേക്കും ബീഫ് കട്ട് ചെയ്ത് ഞാൻ അതൊരു പാത്രത്തിലോട്ട് വാരക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബീഫൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ.
ഇപ്പോൾ പെരുന്നാളായതുകൊണ്ട് നമ്മൾ പെരുന്നാൾക്ക് കിട്ടിയിട്ട് ബീഫ് എടുത്തിട്ടില്ല. നമുക്ക് ചിക്കൻ മന്തി അങ്ങനെയുള്ള ചിക്കൻ്റെ ഒക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബീഫ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇന്ന് സ്കൂൾ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് മക്കൾക്ക് എന്തെങ്കിലും വേണമല്ലോ ലഞ്ചിന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബീഫ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ആഡ് ചെയ്യുകയാണ്. നോർമലി നമ്മളൊരു ബീഫ് എങ്ങനെയാണ് വെക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതിലൊന്നും എനിക്ക് കണക്കില്ല കേട്ടോ. അതൊക്കെ എനിക്കൊരു കണക്ക് അറിയില്ലേ. അങ്ങനെ എൻ്റെ അടുത്തുള്ളൊരു കുറച്ച് കണക്ക്. നമ്മൾ മുളക് പൊടി ഇടുകയാണെങ്കിലും മഞ്ഞൾപ്പൊടി ഇടുകയാണെങ്കിലൊക്കെ അത്ര എനിക്ക് ഒരു കണക്കുണ്ട് കേട്ടോ. അതിനനുസരിച്ചിട്ട് ഞാൻ ഇടുള്ളൂ. അതുപോലെ സ്പൂൺ വേണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ എല്ലാവരും പറയും ഒരു 1.5 കിലോ മല്ലിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു വർഷമൊക്കെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞോൾ എപ്പോഴും പറയാറുണ്ട് അവൾക്ക് ഒരുപാട് ദിവസം നിൽക്കാറുണ്ട് എന്നുള്ളത്. പക്ഷെ എനിക്കങ്ങനെയല്ല കേട്ടോ. ഒരു 6 മാസം വരെയൊക്കെ ഉള്ളൂ കേട്ടോ 1.5 കിലോ മല്ലി. പക്ഷെ നല്ല മല്ലി വേണേനും. അങ്ങനെ ബീഫിൽ പൊടികളൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് നമ്മൾ അടുപ്പത്ത് വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് മുരിങ്ങ കറിയാണെന്നുള്ളത്. മുരിങ്ങ കറിക്ക് ഞാനിങ്ങനെ കാണുന്നുണ്ട് അത് നമുക്ക് തുള്ളി വെളിച്ചെണ്ണ ഉള്ളൂ എന്നല്ല കേട്ടോ. ഒരു കുടം വെളിച്ചെണ്ണ എന്ന് പറയുന്ന പോലെ ഇവിടെ ആട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് എടുക്കാനുള്ള ടൈമില്ല. അപ്പോൾ ആ കുപ്പിൻ്റെ താഴെയുള്ള ഇതുകൊണ്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. നേരമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഇനി നമ്മൾ കുടത്തുനിന്നൊക്കെ എണ്ണ കുപ്പിയിലേക്ക് വീഴ്ത്തുമ്പോൾ കുറേ പോവും. അപ്പോൾ അതിന് ഒരു ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനുള്ള എണ്ണ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ, വെളിച്ചെണ്ണ വെച്ചിട്ട്. പിന്നെ മുരിങ്ങാക്കറി ആവുമ്പോൾ മോളും കൂട്ടും കേട്ടോ മുരിങ്ങാക്കറിയും അതുപോലെ ബീഫും. അങ്ങനെ മുരിങ്ങാക്കറി നമ്മൾ വഴറ്റണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഉപ്പ് അധികമായോ എന്നൊരു സംശയം ഇല്ല, പാകമായിട്ടുണ്ട്. കുറച്ച് വെള്ളം അധികം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കറിയിലുള്ള ഉപ്പ് പാകമാവും. അങ്ങനെ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും മുരിങ്ങ താളിപ്പ് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക, നിങ്ങൾക്കറിയില്ല കേട്ടോ. ഇവിടെ എങ്ങനെ ഉണ്ടാക്കുക. അപ്പോഴേക്കും ബീഫ് ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കുക്കറിലിരിക്കട്ടെ ഒന്നുകൂടെ വേവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചോറ് റൈസ് കുക്കറിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് വാരച്ച് വെക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇവിടെ ഒട്ടപ്പാത്രം എന്നാണ് പറയുക. അതിൽ വാരച്ച് വെച്ച് കഴിഞ്ഞാൽ നേരെ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കലാണ്. പിന്നെ ഫുഡ് കഴിക്കണം എപ്പോഴാണ് ടൈം എന്നുണ്ടെങ്കിലും അത് നല്ല ചൂടോടെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.